നബിദിനാഘോഷം സുന്നത്താണെന്ന് സ്ഥാപിക്കാൻ വന്ന ആളുകളോട് അത് ബിദ്അത്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഭാഗമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ റബീഉൽ അവ്വൽ മാസം എന്ന വ്യാപകമായി പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്താണ് നബിദിനം ആഘോഷിക്കാൻ തെളിവ് എന്ന്. ആ വാദം ഈ വൈദ്യസ്മാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണോ? തെളിവാണെങ്കിൽ ലോകത്ത് എഴുതപ്പെട്ട തഫ്സീറുകളിൽ ഏതെങ്കിലും ഒരു തഫ്സീർ, അഹ്ലുസുന്നയുടെ ഒറ്റ തഫ്സീർ വെച്ചുകൊണ്ട് ഈ ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരു പണ്ഡിതന്, കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒറ്റ പണ്ഡിതൻ, നിങ്ങൾ കാന്തപുരം മുസ്ലിയാരല്ല വേണ്ടത്, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായ ഒരു ഖുർആൻ വ്യാഖ്യാതാവ്, ഒരു ഇമാമ് തന്റെ കിതാബിൽ ഈ ആയത്ത് രേഖപ്പെടുത്തിയിട്ട് ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് എഴുതിയ ഒരൊറ്റ തഫ്സീർ നിങ്ങൾ കാണിക്കണം. ഈ ആയത്ത് സാധാരണ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതിന് നമ്മൾ നിരന്തരം ഓതാറുള്ള ആയത്താണ്. അതിൽ ആർക്കാ സംശയമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കേണ്ടതില്ല എന്നാണോ നിങ്ങളുടെ വാദം? അങ്ങനെയാണെങ്കിലല്ലേ ഇത് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കേണ്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് കീർത്തനങ്ങൾ പറയേണ്ടതാണെന്നും പാടേണ്ടതാണെന്നും നമ്മെ പഠിപ്പിച്ചതാരാ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുൻകാല പ്രവാചകന്മാരുടെയും മദ്ഹുകൾ പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താ? നബിദിനാഘോഷം. അവിടുത്തെ മദ്ഹ് പറയുന്നു. ഈ മദ്ഹ് പറയൽ വിശുദ്ധ ഖുർആനിന് എതിരല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ച കാര്യം. ചോദിച്ചതല്ല, ചോദിച്ച തഫ്സീറാണ് ഓനെ തൊള്ളാക്കാൻ വേണ്ടി. തഫ്സീറാ ചോദിച്ചത്, സന്തോഷിക്കാനല്ല ചോദിച്ചത്. ഇപ്പൊ വലിയ സന്തോഷങ്ങൾക്കില്ല, നമുക്കറിയാം. സന്തോഷിക്കാനല്ല, സ്നേഹിക്കാനല്ല, പ്രശംസിക്കാനല്ല, മതമല്ല, അതല്ല ചോദിച്ചത്. ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ്. ലോകത്ത് ഏത് മുഫസ്സിറെ പറഞ്ഞു? ഏത് മുഫസ്സിർ? ഞാൻ ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ലോകത്ത് ഒരൊറ്റ മുഫസ്സിറും നൂറുകണക്കായ തഫ്സീർ ഗ്രന്ഥങ്ങളായിട്ട് ഒരൊറ്റ മുഫസ്സിർ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പല്ലേ നിങ്ങൾ വിധേയത്തിനാകാന്നുള്ളത്? നിങ്ങൾ മൂപ്പനെ പറഞ്ഞു എന്ന് തുടങ്ങിയോ അന്ന് മുതൽ. അപ്പൊ മനസ്സിലായില്ലേ പിന്നെ തുടങ്ങിയതാന്നുള്ളത്? ഇതിനെ ഞങ്ങളും പറഞ്ഞത് ഇത് പിന്നെ തുടങ്ങിയതാണ്, ഷിയാക്കൾ തുടങ്ങിയതാണ്. അപ്പൊ അയാളെന്നെ പറഞ്ഞു എന്ന് തുടങ്ങിയോ അന്ന് മുതൽ. അപ്പൊ ശരിയായി. അതാ ഞാൻ പറഞ്ഞു, നബി തുടങ്ങിയിട്ടില്ല, സ്വഹാബത്ത് തുടങ്ങിയിട്ടില്ല, താബിഈങ്ങൾ തുടങ്ങിയിട്ടില്ല, ജൂതന്മാരെ ബാക്കിയായ ഷിയാക്കൾ തുടങ്ങി. അത് അതിന്റെ വാക്യായി നിങ്ങൾ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ആവർത്തിക്കുന്നു, ഏത് മുഫസ്സിർ പറഞ്ഞു? രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് ദീന് മുഴുവൻ പഠിപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പഠിപ്പിച്ച മതത്തിൽ നിങ്ങൾ റബീഉൽ അവ്വൽ മാസം 12-ന് എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് നബി ഞങ്ങൾ പഠിപ്പിച്ചൊരു അധ്യാപനമുണ്ടോ? അതോ ദീന് പൂർത്തിയായി നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണോ? രണ്ടാളൊന്ന് പറയണമല്ലോ. ഒന്നാമത്തെ ചോദ്യം ആവർത്തിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നബി ഞങ്ങൾ ദീന് മുഴുവൻ പൂർത്തിയാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നബി ഞങ്ങൾ സ്വലാത്ത് പഠിപ്പിച്ചു, മദ്ഹ് പഠിപ്പിച്ചു, ഒക്കെ പഠിപ്പിച്ചു. പക്ഷേ നബിദിനാഘോഷം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നബിദിനം ആഘോഷിക്കാൻ നബി ഞങ്ങൾ പഠിപ്പിച്ച വല്ല രേഖയുമുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി കൃത്യമായി പറഞ്ഞപ്പോ എന്താ ഒന്നാമത്തെ ചോദ്യം? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു എന്ന ആയത്തിൽ എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സുന്നികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. ആ കർമ്മത്തിനാണ് ഫൈസൽ മൗലവി തെളിവ് ചോദിച്ചത്. എന്താ നബിദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നു. അതല്ലേ സുന്നികളായ ഞങ്ങൾ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചെയ്യാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു. അവിടുത്തെ മദ്ഹുകൾ ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഒരു പക്ഷേ മദ്ഹ് പറയുന്നതിനെ എതിർത്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അതിന് നിങ്ങൾ ഒരു പക്ഷേ ഈ മദ്ഹ് പറയുന്നതിൽ നിങ്ങൾക്ക് നീരസമുണ്ടായേക്കാം. അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ളതാണ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ആ പ്രധാനപ്പെട്ട കർമ്മത്തിന് ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതാറുണ്ട്. എന്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു.
നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുവിൻ എന്ന ആയത്ത്. തീർച്ചയായും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതിനുള്ള രേഖ തന്നെയാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ ഇത്രയും കൃത്യമായി, ഇത്രയും ക്ലിയറായി, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുവിൻ എന്നുള്ളതാണ്. ഈ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞതിന് ഇനി വേറൊരു മുഫസ്സിറിനെ ഉദ്ധരിക്കേണ്ട കാര്യമുണ്ടോ ഫൈസൽ മൗലവി? ഖുർആനിൽ നസ്വായി പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ഇനി എന്തിനാ മറ്റൊരാളെ ഉദ്ധരിക്കുന്നത്? രണ്ടാമതായി ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് ബിദ്അത്താകും എന്നാണോ നിങ്ങളുടെ വാദം? അൽഹംദുലില്ലാ. ഇനി പിന്നെ ചോദിച്ചോട്ടെ. അപ്പൊ പറഞ്ഞേ. അപ്പൊ രണ്ടിന് ഉത്തരം കിട്ടി. ശരിയാ. ഒന്നാമത്തെ തഫ്സീറില്ല, തഫ്സീറിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങളെ ദുർവ്യാഖ്യാനാണ്, നിങ്ങളെ തൊള്ളയാണ്. അത് പോകുമ്പോ പെരിയ കൊണ്ടേക്കോണ്ടി, മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വിധേയത്താവോ അങ്ങനെ ചോദ്യം വരുമ്പോ അപ്പൊ ചോദിച്ചോളി. അപ്പൊ നബി ചെയ്തിട്ടില്ല സമ്മതിച്ചു, മതി, അത്ര ആവശ്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഖുർആനിലില്ല. ശരി, കാരണം നിങ്ങളെ വക വ്യാഖ്യാനാണ്, അവിടെ കാര്യമില്ല. രണ്ട് നബി തങ്ങൾ ചെയ്തിട്ടില്ല, അത് അംഗീകരിച്ചു. അതുകൊണ്ട് ഇനി വിധേയത്താവോ എന്നുള്ളതാണ് അത് ഞങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ. അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലിനെ കൂടെ ജീവിച്ച 1,00,000 സ്വഹാബിമാർ, ഏത് സ്വഹാബിയാണ് റബീഉൽ അവ്വൽ മാസം 12-ന് നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തത് മുഴുവൻ ബിദ്അത്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാന്നാ ഫൈസൽ മൗലവി ഇപ്പം പറഞ്ഞത്. അല്ല, ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് അതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തതൊക്കെ ബിദ്അത്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാന്ന്. കൂട്ടരെന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഖുത്ബയിലെ സ്വലാത്ത് നിർബന്ധമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ പുസ്തകങ്ങളിൽ മുഴുവനും നിങ്ങൾ എഴുതി വെച്ചത് അതല്ലേ? ഏതെങ്കിലും ഒരു ഖുത്ബയിൽ, ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ബിദ്അത്തിന്റെ അടിക്കല്ലിളക്കുന്ന വിഷയമാണതെന്ന് നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുത്ബയിലെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എന്നത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിട്ടില്ലാത്ത ഖുത്ബയിലെ സ്വലാത്തിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് അത് നിർബന്ധമാണ് എന്ന്. ഞങ്ങളൊക്കെ നബിദിനാഘോഷത്തെ കുറിച്ച് പറയുന്നത് പ്രതിഫലാർഹമാണെന്നേ പറയുന്നുള്ളൂ, ചെയ്യാൻ ഞാൻ കുറ്റം കിട്ടുന്നൊന്നും ഞങ്ങൾ ഇതുവരെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുന്നത്? ഖുത്ബയിൽ സ്വലാത്ത് ഓതിയിട്ടില്ലെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ഖുത്ബ ശരിയല്ല. എങ്ങനെ? ജുമുഅ നിസ്കാരത്തിന് മുമ്പ് ഖുത്ബ ഓതാറുണ്ട്. ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ റുക്നായിട്ട്, അത് അതിന്റെ അവിഭാജ്യ ഘടകമായി നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു. ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ഖുത്ബയിൽ, ഏതെങ്കിലും ഒരു ജുമുഅ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഫൈസൽ മൗലവി തന്നെ മുമ്പ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നിർബന്ധമാണെന്നോ സുന്നത്താണെന്നോ പറയണമെങ്കിൽ പ്രമാണം വേണം, ഇല്ലെങ്കിൽ ബിദ്അത്താണ്, നരകത്തിൽ ചാടിക്കുമെന്ന്. ഈ ഫൈസൽ മൗലവിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഖുത്ബയിലെ സ്വലാത്തിനെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കണം, വിശദീകരിക്കണം എന്നതാണ്. കാരണം അത് നിങ്ങളുടെ ബിദ്അത്തിന്റെ ആണിക്കല്ലിളക്കുന്ന വിഷയമാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, തറാവീഹ് നിസ്കാരത്തിൽ നിങ്ങൾ ഖത്തം ദുആ ചെയ്തുകൊണ്ട്, ഖുർആൻ ഓതി ഖത്മ ചെയ്തുകൊണ്ട് ദുആ നടത്തുന്നു. എവിടെയാ നിങ്ങൾ ചെയ്യുന്നത്? തറാവീഹ് നിസ്കാരത്തിൽ. എവിടെ ചെയ്യുന്നത്? തറാവീഹ് നിസ്കാരത്തിൽ. എന്തേ ഇത് ബിദ്അത്തല്ലേ? അതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു തറാവീഹ് നിസ്കാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ഖത്മ ചെയ്തത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾ പറയില്ല. ഈ വിഷയം നിങ്ങൾ ഇവിടെ പരാമർശിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്താ കാരണം? നിങ്ങളത് പറഞ്ഞാൽ നിങ്ങളുടെ ബിദ്അത്തിന്റെ ആണിക്കല്ലിളകും. ചോദ്യം തീർക്കണ്ട, ആവശ്യം വരും കുറച്ച് ചെയ്യുമ്പോ. ഇപ്പത്തെ തറാവീഹും എല്ലാം കഴിഞ്ഞ് പിരിച്ചിട്ട് പോലെ ഏർപ്പാടുണ്ടോ? പണി നടക്കൂല. ഇവിടെ ചോദിച്ചതാ ഏത് സ്വഹാബി ആഘോഷിച്ചത് എന്നാ. അതിനെന്താ നിങ്ങൾ സ്വലാത്തല്ലേന്ന് അങ്ങനെ അപ്പൊ ചോദിച്ചോളി, അതിന് വേറെ സംവാദം വെച്ചോളി. അപ്പൊ പറഞ്ഞുതരാ, ഇവിടെ നബിദിനാഘോഷം സ്വലാത്തല്ല, ഇവിടെ തറാവീഹല്ല. ഫർള് സ്കീകാരം നിങ്ങൾക്ക് തറാവി പോയി മനുഷ്യന്മാരെ. അതുകൊണ്ട് ഏത് സ്വഹാബി ആഘോഷിച്ചത്, സ്വഹാബിന്റെ പേരുണ്ട് പറയും.
ഏത് സഹാബിന്റെ അവിടെ മധ്യസ്ഥമായുണ്ട്, ആക്കെ നിർത്തിക്കാളി അങ്ങനെ മൂലയെ കുടുങ്ങിപ്പോ ഒച്ചപ്പാണ്ടാക്കുക. അപ്പൊ ഏതായിരുന്നാലും ഒരൊറ്റ സഹാബി ആഘോഷിച്ചിട്ടില്ല. ആ പണി നിർത്തിക്കാളി, അതൊക്കെ നിർത്തിക്കാളി മുസ്ലിരെ, ആക്കെ പഴുത്തിക്കാളി. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നാലാമത്തെ ചോദ്യം 4 ഖലീഫമാരെ പേരിൽ നിങ്ങൾ കളവ് പറയുന്നു, അവർ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചുവെന്ന് എവിടെയാണ് പഠിപ്പിച്ചത്? 4ാമത്തെ ചോദ്യമാണ്. 4 ഖലീഫമാരിൽ ആര് പഠിപ്പിച്ചു? 4ാമത്തെ ചോദ്യം. എല്ലാരും സരസിൽ ഓരോരുത്തർ സീറ്റിൽ ഇരിക്കുക. സരസിലുള്ള എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കണമെന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫൈസൽ മൗലവിക്കുള്ള ഏതാനും സെക്കൻഡുകൾ കൂടി ഈ ചോദ്യത്തിന്റെ ഭാഗമായി അനുവദിക്കുകയാണ്. സംസാരം ഇല്ല, ഒരു മിനിറ്റ്, ചോദ്യത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. ഫൈസൽ മൗലവിയുടെ സമയം അല്പവും കൂടെ ബാക്കിയുണ്ട്. അദ്ദേഹം ചോദ്യം തുടരുന്നു. സരസ് പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ 4ാമത്തെ ചോദ്യം, 4 ഖലീഫമാരെ പേരിൽ നിങ്ങൾ വ്യാജമായി പ്രചരിപ്പിക്കാറുണ്ട്, അവർ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചുവെന്ന്. അബൂബക്കർ സിദ്ദീഖിന്റെ, ഉമർ ഖത്താബിന്റെ, ഉസ്മാൻ അഫ്ഫാന്റെ, അലി ഇബ്നു അബി ത്വാലിബിന്റെ റളിയല്ലാഹു അൻഹും അവരങ്ങനെ പഠിപ്പിച്ചുവെന്നത് സ്വഹീഹായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടില്ല. നബിയെ ചോദിച്ചു, ഇല്ലെന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു. തഫ്സീർ ചോദിച്ചു, ആവശ്യമില്ലെന്ന് പറഞ്ഞു. 4 ഖലീഫമാരിൽ 4 ആളുടെയും പേരിൽ നിങ്ങൾ കളവ് പ്രചരിപ്പിക്കാറുണ്ട്, അത് ശരിയാണോ? അതല്ല സ്വഹീഹായ പരമ്പരയിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? മുസ്ലിമീങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരും ആരടക്കം ഇബ്നു തൈമിയ അടക്കം, ഇബ്നു തൈമിയ നബിദിനത്തെ എതിർക്കുന്ന മനുഷ്യനാ. പക്ഷേ അദ്ദേഹം എന്തു പറഞ്ഞു? ഇത് സലഫ് ചെയ്തിട്ടില്ല, സലഫ് സാലി ചെയ്യാത്തതാണ്, സഹാബത്ത് ചെയ്തിട്ടില്ല, ഖുലഫാഉർ റാഷിദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സലഫ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഇഖ്തിലായിൽ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ അവസാനം അദ്ദേഹം പറഞ്ഞു, ഫതഅലീമുൽ മൗലിദി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങനെ ജനങ്ങളെ പറ്റിച്ചു പോയി മുഖാമുഖം നടത്തുന്ന ആ രൂപം ഇവിടെ നടക്കൂല. കാരണം എന്താ? ഇതിന്റെ ഈ ഒരു 3-4 പേജ് അങ്ങ് വായിച്ചാൽ ഇബ്നു തൈമിയ ഈ ഖുദ്ദലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് എന്താ? നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്കാക്കാനാ. ആ ഇബ്നു തൈമിയ നബിദിനത്തെ കുറിച്ച് സലഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ സലഫു സാലിഹ്യങ്ങളെ പിന്തുടരണം എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എന്തു പറഞ്ഞു? ഫതഅലീമുൽ മൗലിദി, അടുത്ത പാരഗ്രാഫ്, ഫൈസൽ മൗലവി സദസ്സുകളിൽ മുഴുവനും കോട്ടിമാട്ടുന്ന ഒരു ഉദ്ധരണിയാ ഞാൻ വായിക്കുന്നത്. ആണായി ജനിച്ച തന്തയ്ക്ക് ജനിച്ച ആളാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇതൊന്ന് കോട്ടിമാട്ടി കാണിക്ക്. ഫതഅലീമുൽ മൗലിദി, അപ്പോൾ മൗലിദിനെ ആദരിക്കൽ, മൗലിദിനെ ആദരിക്കൽ, ഈ മൗലിദിനെ ഒരു ആഘോഷമായി ആചരിക്കലും. ഇതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്താൽ വയകൂനു ലഹു അജ്റുൻ അലീം, അവനിക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഇത് ഇബ്നു തൈമിയാണ് പറയുന്നത്, ഇഖ്തിദായിലാണ് പറയുന്നത്. ആരാണ് ഇബ്നു തൈമിയ? സലഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവൻ. അതുകൊണ്ട് തന്നെ സഹാബത്ത് ചെയ്യാത്തത് മുഴുവൻ അനിസ്ലാമികമാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ഇഖ്തിദായി തെളിയിക്കുന്നത്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ 100 കണക്കിന് കർമ്മങ്ങൾ സഹാബത്ത് ചെയ്യാത്തത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. അത് നിങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചത് കൊണ്ട് കാര്യമില്ല, ഒന്നായിട്ടൊപ്പം ചിരിച്ചത് കൊണ്ട് കാര്യമില്ല. ഇബ്നു തൈമിയ പറഞ്ഞ എന്താ? സലഫ് ചെയ്തിട്ടില്ല. എന്റെ ചോദ്യം എന്താ? ഖുലഫാസിനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചു ചെയ്തിട്ടില്ല. അത്ര ആവശ്യമുള്ളൂ. നീ ഇബ്നു തൈമിയ ബാക്കി പറഞ്ഞ എന്താന്നല്ലേ? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ചോദിച്ചോളി, ഇപ്പൊ ബാക്കി പഠിപ്പിച്ചരാ. മൂടി വെച്ച ഭാഗമാണ് വായിച്ചാൽ ശരിയാവും. ലാ അലൽ ബിദഇ എന്ന് വാക്കുണ്ട്, അത് വായിച്ചാൽ കഴിഞ്ഞു. അത്രേ പ്രശ്നമുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോ ചോദിച്ചോണ്ടേ അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും
നാലാമത്തെ ചോദ്യം, 4 ഖലീഫമാരെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കളവാകുന്നു എന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾ വായിച്ച കിതാബിൽ എന്താ? സലഫുകൾ ചെയ്തിട്ടില്ല എന്നാ. ആരാ സലഫ്? സ്വഹാബത്ത. ഒന്നാമത് അവർ ചെയ്തിട്ടില്ല. അതാ ഞങ്ങൾ പറഞ്ഞത്. സലഫ് ചെയ്തില്ല. ഒരു ചെയ്യാത്തൊക്കെ വിധേയത്താവോ എന്നാണോ? നിങ്ങൾ വളരെ ചോദിച്ചോളി. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിഷയം അതല്ല. നിങ്ങൾ പഠിപ്പിച്ചെന്താ? തിരുനബിയുടെ കാലം മുതൽ കണ്ണിമുറിയാതെ നടന്നു വരുന്ന സുന്നത്താണ് എന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിം ലേഖനായത്. തിരുനബിയുടെ കാലം മുതൽ കണ്ണിമുറിയാതെ തുടർന്നു വരുന്ന സുന്നത്ത് അതല്ല നിങ്ങൾ സ്ഥാപിക്കണത്. അതല്ല. അപ്പൊ നബിക്കറിയില്ല, സ്വഹാബത്തിനറിയില്ല, 4 ഖലീഫമാർക്കറിയില്ല. ഖുർആനുണ്ട്, നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ വക തൊള്ളവടായാണ്. 5ാമത്തെ ചോദ്യം, താബിഈങ്ങളിൽ ഒരൊറ്റ താബിഈക്ക് നബിദിനാഘോഷം പരിചയമുണ്ടോ? നിങ്ങൾ ഹസൻ ബസ്രിയുടെ പേരിൽ കളവ് പറയാറുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം. ഹസൻ ബസ്രി പറഞ്ഞിട്ടില്ല, ഒരു താബിഈയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ താബിഈക്ക് ഇത് പരിചയവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളെ വിശ്വസിച്ച മനുഷ്യന്മാർക്ക് അറിയില്ല. അതുകൊണ്ട് ആ ചോദ്യം, താബിഈങ്ങളിൽ ഒരൊറ്റ താബിഈ തന്റെ ജീവിതകാലത്ത് എന്തെങ്കിലും റബീഉൽ മാസം 12 നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് ഉറപ്പാണ്. വായിക്കാനും കഴിയില്ല. ഇനി അതിനും കുറെ ഇളകി പറയാന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിച്ചാത്ത ഒന്ന്, നബിദിനങ്ങൾ ചെയ്യാത്ത ഒന്ന്, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒന്ന്, താബിഈകൾക്ക് പരിചയമില്ലാത്ത ഒന്ന്, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ഒന്ന് ഏതെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ പേരാ ബിദ്അത്ത് എന്നൊരു വ്യാജമായി പറയാ. തിരുനബിയുടെ കാലം മുതൽ കണ്ണിമുറിയാതെ തുടർന്ന് വരുന്ന സുന്നത്താണ് നബിദിനാഘോഷം. ഇത് ശരിയല്ല, ഇത് കളവാണ്. നിങ്ങൾ രേഖപ്പെടുത്തിയ വാദപ്രകാരവും നിങ്ങൾ സുന്നത്തിനായി എഴുതിയത് ഇത് സുന്നത്തല്ല. ഞങ്ങൾ ഇത് ബിദ്അത്താണ് എന്ന അതെ, ഇത് ബിദ്അത്താണ്. നിങ്ങളെ വാദം നല്ല ബിദ്അത്ത്. ഫൈസൽ മൗലവിയുടെ മുഴുവൻ ചോദ്യവും ഇതോടുകൂടി ബാത്തിലായി കഴിഞ്ഞു. ആ ചോദ്യത്തിന് സ്ഥാനമില്ല. കാരണം എന്താ? സലഫു സാലിഹ് ചെയ്തിട്ടില്ല എന്ന് ഫൈസൽ മൗലവി ഇവിടെ നിന്ന് പറഞ്ഞു നബിദിനത്തെ കുറിച്ച്. ഞാനൊരു കാര്യം പറഞ്ഞു, സലഫു സാലിഹ് ചെയ്യാത്ത മുഴുവൻ കാര്യവും പിൽക്കാലത്ത് ചെയ്യുന്നത് അനിസ്ലാമികമാണ്, ബിദ്അത്ത് എന്ന വാദം മുസ്ലിമീങ്ങൾക്കില്ല. അത് എന്തിനാ ഇവിടെ പറയുന്നത്? പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി. ഖുർആനിൽ ആയത്തില്ലാത്ത മുഴുവൻ കർമ്മവും അനിസ്ലാമികമാണെന്ന വാദം മുസ്ലിമീങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഫൈസൽ പറയട്ടെ. ചോദിക്കാൻ സമയമില്ല, ഞാൻ ചോദിക്കാൻ സമയപ്പോ ഉത്തരം പറയ്. ഏത് താബിയ ചെയ്തു എന്നാ? അപ്പൊ ഇബ്നു തൈമിയ്യയുടെ കിതാബിലുണ്ട് എന്താ ഉള്ളത്? സലഫുകൾ ചെയ്തിട്ടില്ല എന്ന്. സലഫുകൾ ചെയ്തിട്ടില്ല അതിലുള്ളത്, അതല്ലേ ഉള്ളത്. നീ ബാക്കി പഠിപ്പിച്ചോ? നിങ്ങൾ ഒന്ന് അടുത്ത വർഷം ചോദിച്ചോളി നിങ്ങളുടെ സമയത്ത്, അല്ലെങ്കിൽ ജാമ്യക്ക് വന്നോളി, അപ്പൊ പഠിപ്പിച്ചേരാ. അപ്പൊ ഏതായിരുന്നാലും സ്വഹാബത്തിനോ താബികൾക്കോ പരിചയമില്ല. നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ടറിയോ? നിങ്ങൾ നാടിനെ പ്രചരിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് മഹത്വം പറഞ്ഞിട്ടുണ്ട്, ഉമർ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടെ ആ തെളിവൊക്കെ? അപ്പൊ നിങ്ങൾ കളവ് പറയായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതുകൊണ്ടായി ചോദിക്കുന്നത് ഒരു ചെയ്യാത്തൊക്കെ വിധേയത്താണോ അല്ലെന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതാ 4 ഖലീഫമാർ മൗലിദാഘോഷത്തിന് മഹത്വം പറഞ്ഞുവെന്ന്, ഹസൻ ബസരി മൗലിദാഘോഷത്തിന് മഹത്വം പറഞ്ഞുവെന്ന് നിങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് വഞ്ചിക്കുന്നു. അത് വഞ്ചനയാണ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ചോദിച്ചത്. ഇപ്പൊ അത് ബോധ്യപ്പെട്ടു അതില്ലാത്തതാണ് എന്ന്. എന്റെ 6ാമത്തെ ചോദ്യം, നിങ്ങൾ ഷാഫി മദ്ഹബുകാരാണ് എന്നാണല്ലോ പറയാറുള്ളത്. എങ്കിൽ ഇമാം ഷാഫിയുടെ 100 കണക്കായ കിതാബിൽ ഒരൊറ്റ കിതാബിൽ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞതോ, അത് പഠിപ്പിച്ചതോ, അത് കൂലി കിട്ടുമെന്ന് പറഞ്ഞതോ, അത് സുന്നത്താണെന്ന് പറഞ്ഞതോ, ബിദ്അത്തല്ലെന്ന് പറഞ്ഞതോ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഷാഫി മദ്ഹബ് അല്ല, ഞങ്ങൾക്കറിയാം. ഇമാം ഷാഫിന്റെ പേര് പറയാൻ പോലും യോഗ്യതയില്ല, അത് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ഇമാം ഷാഫിയുടെ കിതാബിൽ ഒരൊറ്റ കിതാബിൽ എവിടെയെങ്കിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞോ? അദ്ദേഹത്തെ അറിയാമല്ലോ സൂറത്ത് യൂനുസ് 88-ാമത്തെ ആയത്ത്, അദ്ദേഹത്തെ അറിയാമല്ലോ മദ്ഹിന്റെ മഹത്വം, അദ്ദേഹത്തെ അറിയാമല്ലോ സ്വലാത്തിന്റെ മസഅല. എന്നിട്ട് ആ ഇമാം ഷാഫി ഒറ്റ കിതാബിൽ പഠിച്ചിപ്പോയോ നബിദിനം ആഘോഷിക്കണമെന്ന്? ഫൈസൽ മൗലവി കാര്യമായിട്ട് നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു? നബി ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഷാഫി മദ്ഹബിൽ ഇപ്പൊ ചോദിച്ചത് ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ ചെയ്യാത്തത് കൊണ്ട് ഇത് ബിദ്അത്താകുന്നു, നരകത്തിലേക്കാകുന്നു എന്ന്. ഇതൊക്കെ കണ്ടാ ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയത് ഇത് പ്രതിഫലാർഹമായ കാര്യമാകുന്നു എന്ന്. ഞങ്ങൾ എന്താ വ്യവസ്ഥയിൽ എഴുതിയത്? നബിദിനാഘോഷം ചെയ്താൽ പ്രതിഫലം കിട്ടും, കൂലി കിട്ടും. ഈ ഇബ്നു തൈമിയ്യ ഈ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആരാ ഇബ്നു തൈമിയ്യ എന്ന് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആരാ? 30ാമത്തെ വയസ്സിൽ അവസാനത്തെ മുജ്തഹിദ് എന്ന പദവിക്ക് യോഗ്യനായവൻ. എങ്ങനെ? 30ാമത്തെ വയസ്സിൽ അവസാനത്തെ മുജ്തഹിദ്. ഇനിയൊരു മുജ്തഹിദ് വരാനില്ല. അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അദ്ദേഹം എഴുതിയ എന്താ? ഒരു സലഫ് സ്വാലിഹും ചെയ്തിട്ടില്ലെങ്കിലും. എങ്ങനെ? ഒരു സലഫ് സ്വാലിഹും ചെയ്തിട്ടില്ലെങ്കിലും ഇബ്നു തൈമിയ്യ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നബി ചെയ്തോ എന്ന ചോദ്യം പുറത്ത്. എന്തുകൊണ്ടാ? ഇബ്നു തൈമിയ്യ പറയുന്നു കൂലി കിട്ടും.
സ്വഹാബത്ത് ആരെങ്കിലും ചെയ്തോ എന്ന ചോദ്യം ബാത്തിലായി. എന്തുകൊണ്ട്? സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം ഇബ്നു തൈമിയ പറയുന്നു അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലം കിട്ടും. എന്താ പറഞ്ഞത്? മഹത്തായ പ്രതിഫലം കിട്ടും. ഈ ഇബ്നു തൈമിയയുടെ ഇത് ഇവിടെ പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. പൊന്നാര ശുക്ര ചോദ്യം ഇബ്നു തൈമിയല്ല, ഇമാം ഷാഫിയാണ്. ഇമാം ഷാഫിന്റെ നൂറുകണക്കായ കിതാബിൽ ഉണ്ടോ നോക്കണേ. ഇബ്നു തൈമിയുടെ കിതാബിൽ നിങ്ങൾ വെറുതെ പൊള്ളു വായിക്കണ്ടാന്ന്, അത് നിങ്ങളെ സമയത്ത് ചോദിച്ചോളി. ഇപ്പൊ ബാക്കി പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കി, അത് ബാക്കിയാണ് പഠിപ്പിച്ചു തരും. ഇബ്നു തൈമിയ എന്താ പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ ലേശം തൗഫീഖൊക്കെ വേണം. അല്ലാതെ നിങ്ങൾ ആരോ ഒരു പച്ച ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ പെയിന്റ് അടിച്ചു കാണ്ട് അതും കൊണ്ട് അടക്കുക, അതാറിട്ട് കാര്യമില്ല മുസ്ലിയാരെ, അതൊന്നും കാര്യമില്ല. അതുകൊണ്ട് എന്റെ 6ാമത്തെ ചോദ്യം, ഇമാം ഷാഫി പഠിപ്പിച്ചോന്നാ. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈക്ക് പരിചയമില്ല, തമിഴ് താബിക്ക് പരിചയമില്ല. അപ്പൊ നിങ്ങളും പറഞ്ഞെന്താ സലഫുകൾ ചെയ്തിട്ടില്ല, എന്നാലും വിദേഹത്ത് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങളെ ഉസ്താദ് എഴുതിയതോ നബി തങ്ങളുടെ കാലം മുതൽ കണ്ണി മുറിയാതെ തുടർന്ന് വരുന്ന സുന്നത്താണ്. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ, സാക്ഷാൽ കാന്തപുരം. നബി തങ്ങളുടെ കാലം മുതൽ കണ്ണി മുറിയാതെ തുടർന്ന് വരുന്ന സുന്നത്താണ്. അത് കളവാ നിങ്ങളിപ്പോ സമ്മതിച്ചല്ലോ, അത്ര ആവശ്യമുള്ളൂ. നിങ്ങളെ ഉസ്താദ് ഇത് കളവാകുന്നു എന്ന് നിങ്ങൾ കൂടെ സമ്മതിപ്പിച്ചു, നമുക്ക് അത്ര ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും നബി ചെയ്തിട്ടുണ്ട്, കണ്ണി മുറിയാതെ പോന്നിട്ടുണ്ട്, നിങ്ങൾ പറയാൻ കഴിയില്ല. ഇനി 7ാമത്തെ ചോദ്യം, ഉത്തമ തലമുറകളായി നബി തങ്ങൾ പല 3 തലമുറ, ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ എന്റെ തലമുറ, എന്റെ നൂറ്റാണ്ട്, ഉത്തമ നൂറ്റാണ്ടായി പല 3 നൂറ്റാണ്ടിൽ ഒരൊറ്റ ഇമാമിന് ഈ ആഘോഷം പരിചയമുണ്ടോ? ഉത്തമ നൂറ്റാണ്ടായ 3 നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ഇമാമിന് ഹിജ്റ 300 വരെ ലോകത്ത് ജീവിച്ച ലക്ഷക്കണക്കിന് ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമിന് ഈ നബിദിനാഘോഷം പരിചയമുണ്ടോ? ഫൈസൽ മൗലവി, നിങ്ങളെ എല്ലാ ചോദ്യം ബാത്തിലായി. കാരണം എന്താ, നിങ്ങൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം, മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിയമം, അത് സുന്നികൾക്ക് മാത്രമല്ല മുജാഹിദുകൾക്കും ബാധകമാണ്. എന്താണത്? സഹാബത്ത് ചെയ്തതേ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു വാദം മുസ്ലിമീങ്ങൾക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ ഞങ്ങൾ 100 കണക്കിന് കർമ്മങ്ങൾ സുന്നികളും മുജാഹിദുകളും ചെയ്യുന്നത് സഹാബത്ത് ചെയ്യാത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെങ്ങനെ നബിദിനാഘോഷം വരുമ്പോൾ സഹാബത്ത് ചെയ്തെങ്കിലേ പറ്റൂ എന്നും, മറ്റു വിഷയം വരുമ്പോൾ ഖുർആനിലായത്ത് വേണ്ട, സഹാബത്ത് ചെയ്യണ്ട, റസൂലുള്ളാഹിന്റെ ഹദീസ് വേണ്ട, നബിദിന മാസം വന്നാൽ സഹാബത്ത് ചെയ്യണം. ഇത് മുസ്ലിമീങ്ങളുടെ വാദമല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഉദ്ധരിച്ച ഇബ്നു തൈമിയ എല്ലാ ബിദ്അത്തുകളെയും എതിർക്കണ ജനാബ് ഇബ്നു തൈമിയ. നിങ്ങൾ വലിയ മുജ്തഹിദ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇബ്നു തൈമിയ, അദ്ദേഹം നിങ്ങൾ ഈ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിന്റെ കുറച്ച് വരി മുമ്പ് എന്ത് കൊടുത്ത്, ഈ നബിദിനാഘോഷം സലഫു സാലിഹ് ചെയ്തിട്ടില്ല. എന്താ അവസാനം പറഞ്ഞ് കൂലി കിട്ടൂലെന്നോ? ലഹു അജ്റുൻ അലീം, അവനിക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഞങ്ങൾ സമയം പോണ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നടക്കൂല. അവിടെ 7ാമത്തെ ചോദ്യം അവിടെ ബാക്കിയാകുന്നു. ആദ്യ 3 നൂറ്റാണ്ടിൽ ആരാണ് ചെയ്തത്? 7 ചോദ്യങ്ങളും ബാക്കി. 1ാമത്തെ നിങ്ങൾ പറഞ്ഞു ശരിയാ, തഫ്സീർ ആവശ്യമില്ല, കാരണം അതുകൊണ്ടാണ്. 2ാമത്തെ പറഞ്ഞു നബി തങ്ങൾ ചെയ്യണമെന്നില്ല, ഇനി സ്വഹാബത്തും ചെയ്യണമെന്നില്ല, താബിഈങ്ങളും ചെയ്യണമെന്നില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഉസ്താദി പച്ചപ്പുള്ള എഴുതിയത്? ഇതാ ഞങ്ങൾ ചോദിച്ചത്. 8ാമത്തെ ചോദ്യം സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ ഈ വാചകം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പറയുന്നു. തിരുനബിയുടെ കാലഘട്ടം മുതൽ കണ്ണി മുറിയാതെ നടന്നു വരുന്ന സുന്നത്ത് എന്ന് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ, ഇത് സത്യമാണോ അല്ലേ? അത് 8ാമത്തെ ചോദ്യം. ഈ എഴുതിയത് സത്യമാണോ അല്ലേ? നിങ്ങളിപ്പോ സമ്മതിച്ചല്ലോ നബിന്റെ കാലത്ത് ഉണ്ടാകണമെന്നില്ല, സ്വഹാബികൾ ചെയ്യണമെന്നില്ല, താബിഈങ്ങൾ ചെയ്യണമെന്നില്ല, ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ടാകണമെന്നില്ല, ഇമാം ഷാഫി ചെയ്യണമെന്നില്ല. പിന്നെ എന്തിനാ ഈ ഉസ്താദി കളവെഴുതിയത്? തിരുനബിയുടെ കാലം മുതൽ കണ്ണി മുറിയാതെ നടന്നു വരുന്ന സുന്നത്ത്, ഇത് സത്യമാണോ അല്ലേ? അതോ ഇതും ഒരു കളവാണോ അല്ലേ? നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ഇബ്നു തൈമിയ വൈരുദ്ധ്യം എഴുതിയെന്നാണോ? ലാ അലൽ ബിദഅ എന്ന് 40 വരി അപ്പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് എഴുതിയത് വൈരുദ്ധ്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ അത് പറയാൻ കഴിയൂലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വായിച്ച് പറയ്. ഇത് സംവാദ വേദിയാണ്. നിങ്ങൾക്കതേ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇവിടെ വെച്ചാ, അല്ലാതെ എവിടുന്നല്ല നിങ്ങളുടെ ജാമിയയിലേക്ക് വരാൻ പറയുകയല്ല വേണ്ടത്. പിന്നെന്താ ഇവിടെ ചോദിച്ചത്? മൗലവി സാഹിബ് തന്നെ ഈ ഇബ്നു തൈമിയ ഈ ഇബാറത്തോട് കൂടി അവരുടെ ചോദ്യങ്ങൾ മുഴുവനും നിഷ്പ്രഭമാണെന്ന് സമ്മതിച്ചു. എന്താ ചോദിച്ചത്? സലഫുകളിൽ നിന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു.
നബി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബികൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. ഇബ്നു തൈമിയ പറഞ്ഞതെന്താ? സലഫുകൾ ആരും ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വാദ, നമുക്ക് എടുക്കണ്ട. ഇവിടെ എന്താ ഇബ്നു തൈമിയ പറയുന്നു, സലഫുകൾ ആരും ചെയ്തിട്ടില്ല. മൗലവി കാണിച്ചത് എ പി സാഹിന്റെ പുസ്തകത്തിൽ എഴുതിയതെന്ന്. ഞങ്ങൾക്കത് നിഷേധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾക്ക് മറുപടി പ്രശ്നമല്ല. ഞങ്ങൾ പറഞ്ഞു ഇത് കളവാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് നിഷേധിക്കേണ്ട കാര്യമായിക്കില്ല. ആയിക്കോട്ടെ, അപ്പൊ ഇത് കളവന്നെ. ഞങ്ങൾ ഇത് കളവാണ്. നബിയുടെ കാലം മുതൽ കണ്ണിമുറിയാതെ തുടർന്നു പോരുന്ന സുന്നത്താണ് എന്ന് എഴുതിയത് കളവാകുന്നു. നിങ്ങൾ പറയാ അത് നിഷേധിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഏത് നിഷേധിക്കേണ്ടത്? കളവാന്ന് പറഞ്ഞ് നിഷേധിക്കണില്ല എന്നാണോ, അതോ എഴുതി നിഷേധിക്കണില്ല എന്നാണോ? എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഏതപ്പം മൂപ്പരാകെ ഇബ്നു തൈമിയുടെ മഹത്വം എങ്ങനെയെങ്കിലും ഇബ്നു തൈമിയുടെ പേര് പറയാൻ ചാൻസ് ഇട്ടില്ല നിങ്ങൾക്ക്. അതാണ് ഇപ്പൊ നല്ലത്. അപ്പൊ സ്വഹാബത്തിനോ താബികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിലെ ഇമാമിങ്ങൾക്കോ ഉത്തമ നൂറ്റാണ്ടിൽ ഒരാൾക്കും പരിചയമില്ല. പിന്നെ ഈ കാന്തപുരം മുസ്തഹിദിലാകട്ടെ കളവ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഗണ്ണിക്കുന്നുമില്ല. അപ്പൊ കളവാന്നത് സ്ഥിരപ്പെടുന്നു. ഇനി 9ാമത്തെ ചോദ്യം. നിങ്ങൾ സാധാരണ അബൂലഹബിന്റെ പേരിൽ കളവ് പറയാറുണ്ട്. അബൂലഹബ് നബിദിനം ആഘോഷിക്കാൻ ഉദ്ഘാടനം ചെയ്ത ആളാണ് എന്ന്, അദ്ദേഹം നരകത്തിൽ ഇളവുണ്ട് ശിക്ഷയിൽ നിന്ന് എന്ന്, നബി ജനിച്ചപ്പോൾ സന്തോഷിച്ചതുകൊണ്ട് എന്ന്. അത് അബൂലഹബ് അല്ലാതെ വേറെ ആരാ പറഞ്ഞത്? അബൂലഹബ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, സ്വപ്നത്തിൽ വന്നിട്ട്. അബൂലഹബ് അല്ലാതെ അല്ലാഹു തആല പഠിപ്പിച്ചുവോ, അവന്റെ റസൂല് പഠിപ്പിച്ചുവോ? അബൂലഹബ് നരകത്തിൽ സുഖാണോ ശിക്ഷയാണോ അല്ലാണല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ റസൂലാ പറയേണ്ടത്? അബൂലഹബ് അല്ല പറയേണ്ടത്. അപ്പൊ അബൂലഹബ് അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായി വല്ല രേഖയുമുണ്ടോ എന്നാണ് ചോദ്യം. ഏതാണ് ഇബ്നു തൈമിയ തീർത്ത് പറയുന്നു, ഇത് ബിദ്അത്ത് തന്നെ. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിച്ചോളി, അപ്പൊ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരും. അദ്ദേഹം പറഞ്ഞല്ലോ എന്ത്? ഇത് ബിദ്അത്താണ്. എന്താ ബിദ്അത്ത്? ലാ അലൽ ബിദ്അഇ മിൻ ഇത്തിഖാദി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിദിനം ആഘോഷിക്കുക എന്ന ബിദ്അത്ത് മഅ ഇഖ്തിലാഫിൻ നാസി ഫീ മൗലിദിഹി ഫഇന്ന ഹാദാ ലം യഫ്അൽഹു സലഫു. സലഫുകൾ ആരും ചെയ്തിട്ടില്ല, മുൻഗാമികൾ ചെയ്തിട്ടില്ല. എന്നാലും കൂലിട്ടെന്നാണോ പറഞ്ഞത്? അല്ല മുസ്ലിയാരെ, നിങ്ങൾ ദുർവ്യാഖ്യാനാണ്. അത് നിങ്ങൾ ചോദിച്ചോളി, അപ്പൊ പറഞ്ഞും. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന സമയം, ഞങ്ങളെ സമയം കളയല്ല, ദുർവ്യാഖ്യാനിക്കണ്ട. റസൂലുള്ളാഹിന്റെ പേര് പൊള്ളർ നിങ്ങൾക്ക്, പിന്നെ ഇബ്നു തൈമിയുടെ പേര് പൊള്ളർ ഞാൻ പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് ഈ കളവ് നിങ്ങൾ സമ്മതിക്കണം. മുജാഹിദുകൾ ഇത്ര കാലവും ഈ സമുദായത്തെ പഠിപ്പിച്ച ഒരു ദുർവാദം അല്ലെങ്കിൽ ഒരു ദുർവ്യാഖ്യാനം ഇവിടെ പൊളിയുകയാണ്. കാരണം എന്താ? സ്വഹാബത്ത് ചെയ്യാത്ത മുഴുവ കർമ്മവും പിൽക്കാലത്ത് ഒരാൾക്കും ചെയ്തുകൂടാ. അത് പ്രതിഫലമുള്ള ഒരു കാര്യമാവുകയില്ല. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ആയത്തില്ലാത്ത ഒരു കർമ്മം പിൽക്കാലത്ത് ചെയ്യൽ സുന്നത്തല്ല. അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദ് ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നബിദിനാഘോഷം ചെയ്യരുത്, അത് ബിദ്അത്താണ് എന്ന് പഠിപ്പിക്കുന്ന ഇവർ, സഹോദരന്മാരെ, നമ്മെ പറ്റിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് എന്താ? മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന, ഇതാണ് ആ പോയിന്റ്. അതായത് മുജാഹിദുകളും സുന്നികളും അംഗീകരിക്കുന്ന നൂറുകണക്കിന് കർമ്മങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, നൂറുകണക്കിന് കർമ്മം ഖുർആനിൽ വ്യക്തമായി പറയാത്തതുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തതുണ്ട്, ഖുലഫാഉർ റാഷിദ് ചെയ്യാത്തതുണ്ട്, ഒരൊറ്റ സ്വഹാബിയും ചെയ്യാത്തതുണ്ട്, സലഫു സാലിഹ് ആരും ചെയ്യാത്ത കർമ്മം മുസ്ലിം ലോകം സുന്നത്തായി അംഗീകരിക്കുന്ന നൂറുകണക്കിന് കർമ്മം മുസ്ലിം ലോകം അംഗീകരിച്ചതുണ്ട്. അത് മുജാഹിദുകളും സമ്മതിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബിദിനം ഇസ്ലാമികമല്ല, കാരണം സഹാബത്ത് ചെയ്തിട്ടില്ല. ഈ ഒരു വാദം ഇരട്ടത്താപ്പ് വാദമാണ്. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ സഹാബത്ത് ചെയ്യാത്ത കർമ്മങ്ങൾ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നൂറുകണക്കിന് കാണിച്ചു തരാം. അതല്ല, എല്ലാ വിഷയത്തിനും അങ്ങനെ ഇല്ലേ, നബിദിനത്തിന് മാത്രമേ സഹാബത്ത് ചെയ്യേണ്ടതുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും അതില്ല, അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അത് പറയൂ. അല്ലാതെ നിങ്ങളോതിയ ആയത്തുകളും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും എല്ലാ ചോദ്യവും ഇതോടുകൂടി ബാത്തിലായി. അതാ ഞാൻ പറഞ്ഞത്, ഫത്തിഖാദുൽ മൗലിദ് വതഅലീമുൽ മൗലിദ് വത്തിഖാദുഹു മൗസിമൻ. ഒരു അടുത്ത പാരഗ്രാഫ് തുടങ്ങിയ കുറെ പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത പാരഗ്രാഫാണ് മൂപ്പര് വായിച്ചത്. കുറെ കഴിഞ്ഞ ശേഷം എന്താ മൂപ്പരന്റെ ഹുക്മ് പറയാ? ഫതഅലീമുൽ മൗലിദ്, മൗലിദിനെ ആദരിക്കൽ, വത്തിഖാദുഹു മൗസിമൻ, അതിനെ ഒരു ആഘോഷമായി കൊണ്ടാടൽ, ഫലഹു അജ്റുൻ അളീം ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്
ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫയകൂനു ലഹു ഫീഹി അജ്റുൻ അലീം, അവനിക്കതിൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഞങ്ങളുടെ വാദമെന്താ? നബിദിനാഘോഷം പ്രതിഫലാർഹമാണ്. ഇത് തെളിയിക്കേണ്ട ആവശ്യമേ ഞങ്ങൾക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഓരോന്ന് വായിച്ചത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഇബ്നു തൈമിയ പറഞ്ഞതിനെ പറ്റി എന്ത് പറയാം? എല്ലാത്തിനും വേണം ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും. നബിദിനത്തിന് മാത്രമല്ല, ഏതിനും വേണം. അതാ ഇബ്നു തൈമിയ പഠിപ്പിച്ചത്. അത് അങ്ങോട്ട് വരിയെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചോളി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുക, ഇപ്പൊ നിങ്ങൾ ഉത്തരം പറയേണ്ട സമയ. ഇപ്പൊ ചോദിച്ച് ചോദ്യം തീർക്കണ്ട, പിന്നെ അതിന് ആ സമയത്ത് പിന്നെ വേറെ പണി ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പങ്ങൾ ചോദിച്ചോളി, അപ്പൊ പഠിപ്പിച്ചിരുന്ന. ഏതായിരുന്നാലും നബിയും സഹാബത്തും താബീങ്ങളും പഠിപ്പിച്ച ഞാൻ ഉറപ്പാ. നമ്മൾ പ്രമാണം എഴുതി എന്താ അറിയോ? വൈദ്യുതി നമ്മൾ വായിച്ചു നോക്കുന്നല്ല. പ്രമാണം എഴുതിയത് ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. നീ ഇജ്മാഅ് വായിച്ചപ്പോ ഇബ്നു തൈമിയ വായിച്ചു പോയി എനിക്കറിയാം. ഇപ്പൊ അതാ പ്രമാണം. അതെന്നെ മൂപ്പര വക ദുർവ്യാഖ്യാനിച്ചിട്ട് അല്ലാതെ ഇബ്നു തൈമിയ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്ക്, അപ്പ പഠിപ്പിച്ചുതരാ. അതിന് പറ്റൂലേ? ജാമ്യക്ക് പോലിന്നാണ്. പക്ഷെ ഇന്റർവ്യൂ ഉണ്ടാവും, വെറുതെ എടുക്കൂല. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ എന്റെ 9ാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഞാൻ നേരത്തെ ആവർത്തിച്ച് ചോദിച്ചു അബൂ ലഹബിന്റെ വിഷയം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നബിയുടെ പേരിൽ, അള്ളാന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ, താബീങ്ങളുടെ പേരിൽ എല്ലാം കളവ് പറയുന്നത് അബൂലഹബിന്റെ പേരിലും നിങ്ങൾ കളവ് പറയുന്നു എന്ന് ബോധ്യമാകുന്നു. ഇവിടെ കാന്തപുരം മുസ്ലിം ചോദിച്ചു, ഇതും കളവാകുന്നു എന്ന് ഞങ്ങൾ ഇതാ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഇനി 10ാമത്തെ ചോദ്യം. നിങ്ങളുടെ റിസാലയിൽ 1987 റിസാല വാരികയിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, നബിദിനാഘോഷം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം 1987 റിസാല വാരികയിൽ നിങ്ങൾ എഴുതി വെച്ചു, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് നവംബർ മാസത്തില്. അതുകൊണ്ട് ഇത് ശരിയാണോ? ശരിയല്ലേ? 2 പെരുന്നാളുകൾ നബി ഞങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബത്തിന് പരിചയമുണ്ട്, താബികൾക്ക് പരിചയമുണ്ട്, ഇമാമിക്ക് പരിചയമുണ്ട്, ഞങ്ങൾ ഇബ്നു തൈമിയക്കും പരിചയമുണ്ട്. എന്നാൽ ഈ അതിനേക്കാളും വലിയ ആഘോഷമായ ഈ ആഘോഷം ആരാ പഠിപ്പിച്ചത്? അല്ലാഹ് പഠിപ്പിച്ചോ? റസൂൽ പഠിപ്പിച്ചോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? താബികൾ പഠിപ്പിച്ചോ? ഇതിന് മാത്രം എന്താ സ്വഹാബി എന്നല്ല, ഇതിന് മാത്രം ഇത്രയധികം പൊള്ളു പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാ, വേറെ ഒന്നിനും ആ പൊള്ളു പറയുന്നില്ല. ഫൈസൽ മൗലവി കാര്യമായി വന്നത് ഇതിപ്പോ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നരകത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യം അതിന്റെ കടക്കല് കത്തിവെച്ച് പോയി ഇബ്നു തൈമിയ. ഇനിയിപ്പോ അതേക്കുറിച്ചൊന്നും പറയാൻ വയ്യ. ഇപ്പൊ ഇബ്നു തൈമിയ പറഞ്ഞതിനെ കുറിച്ച് കാമാ മിണ്ടാൻ വയ്യ. നേരത്തെ പുഴന്ന് ലാലൽ ബിദഅന്ന് 40 വരെ അപ്പുറത്തുള്ളത് വായിച്ചു പോയിന്, ഇപ്പൊ അതും വായിക്കാൻ കഴിയണില്ല. പിന്നെ പറയാ ചോദിക്കേണ്ട സമയമാകുമ്പോ ചോദിച്ചോണ്ടിന്നാ. മുസ്ലിയാരെ, വിഷയം പറയണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പറയാ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇബ്നു തൈമിയ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും കടക്കൽ കത്തിവെച്ചുകൊണ്ട് പറഞ്ഞത് ഒരു സലഫും ചെയ്തിട്ടില്ലെങ്കിലും, എന്താ പറഞ്ഞത്? ഒരു സലഫും ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലാർഹം, മഹത്തായ പ്രതിഫലം കിട്ടുന്ന കാര്യം. ഇ.കെ. മൗലവി നിങ്ങളുടെ അൽ മുർഷിദിൽ എഴുതിയതെന്താ? വലിയ ഫലം കിട്ടുന്ന കാര്യം. ചെറിയ പ്രതിഫലം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, വലിയ ഫലം കിട്ടുന്ന കാര്യമാണ് നബിദിനാഘോഷമെന്ന് നിങ്ങളുടെ ഇ.കെ. മൗലവി അൽ മുർഷിദിൽ. എന്തേ ഇവർക്കൊന്നും ഇത് നബി ചെയ്യാത്തത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കാത്തത് കൊണ്ട്, സ്വഹാബികളോ സലഫുകളോ ചെയ്യാത്തത് കൊണ്ട് ഇത് ബിദ്അത്താണ്, നരകത്തിൽ ചാടിക്കുന്ന പ്രവർത്തനമാണ് എന്ന് തോന്നിയില്ലേ? ഇവർക്ക് നബിദിനാഘോഷം ഞങ്ങൾക്ക് കൂലി കിട്ടുന്നതിന് വേണ്ടിയാണ്, ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി മാറുന്നതിന് വേണ്ടിയാണ്, ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കിട്ടുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇബ്നു തൈമിയ. രണ്ടാമത് പറഞ്ഞത് ഇ.കെ. മൗലവി ഖണ്ഡിക്കാൻ വെല്ലുവിളിക്കുകയാണ്. മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളെ വക ദുർവ്യാഖ്യാനം. നിങ്ങൾ ചോദിക്കാൻ സമയത്ത് ചോദിക്ക്, പഠിപ്പിച്ചാണ് തരാതെ. എന്താ കാത്തുക്കാൻ സമയമില്ലാത്തത്? നിങ്ങൾക്ക് ഉച്ചക്കേശം മുങ്ങാൻ വല്ല പ്ലാനറ്റ് ഉണ്ടോ? എന്താ മനസ്സിലാണില്ല. അതുകൊണ്ട് ഇതാണ് അൽ മുർഷിദ്. ഇനി അതുപോലെ കൊടുക്കാൻ നിൽക്കണ്ട. ഇതാ അൽ മുർഷിദ് എന്താ പറഞ്ഞത്? ഈ രൂപത്തിലായിരുന്നാൽ വലിയ ഫലം കിട്ടുന്ന, അതാ മൂപ്പർ എന്താക്കിയത്? വലിയ കൂലിട്ടുന്നാക്കിന്ന്. ഈ രൂപത്തിലായി, ഏത് രൂപത്തിലായിരുന്നാൽ നിങ്ങൾ ചെയ്യണമില്ല. ഞങ്ങൾ ചെയ്യണ ഒരു നബി സ്നേഹമുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന പ്രശംസ ഉണ്ട്. ഈ രൂപത്തിലായിരുന്നാൽ അപ്പൊ ബാക്ക് എന്തുണ്ടല്ലോ? എന്തത് വായിക്കാത്തത്?
എന്തേ വായിക്കാം? ഒക്കെ അങ്ങനെ തന്നെ. ഞങ്ങൾ വിചാരിച്ച അള്ളാഹു റസൂലിന്റെ പേരിൽ മാത്രമേ പൊള്ളരുള്ളൂ. അല്ല, അപ്പൊ എല്ലാവരുടെ പേരിലും പൊള്ള, മുജാഹിദ് നേതാക്കന്മാരുടെ പേരിലും പൊള്ള. അതേതായാലും പറ്റൂല മുസ്ലിയാരെ. അപ്പൊ റിസാലയ്ക്ക് ഏതായാലും പ്രതികരണമില്ല. റിസാലി പറയുന്നു 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്. അപ്പൊ അതും കളവ് തന്നെ, തെളിവില്ല. പ്രമാണം എന്താ? ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. വ്യവസ്ഥ ഞങ്ങള് വെറുതെ ഞങ്ങൾ വല്ല അലബി സഖാഫിയൊന്നും വരാത്തത് ഓൽക്കറിയാ വന്നാ കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ റിസാലി പറഞ്ഞ കളവ്, ഈ പുസ്തകത്തിൽ കാന്തപുരം പറഞ്ഞ കളവ്, നിങ്ങൾ പറഞ്ഞ എല്ലാം കളവ് തന്നെ. ഇനി നിങ്ങൾ അടുത്ത കളവാ. ഞങ്ങൾ അടുത്ത 10ാമത്തെ ചോദ്യം അതെന്താ? നിങ്ങൾ നാട് നിങ്ങൾ പ്രചരിപ്പിക്കുകയും അൽ-ഇർഫാദ് മാസിക അടക്കം എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് എന്ന്. നബി തങ്ങൾ ജനിച്ച ദിവസം സുന്നി അഫ്കാർ പറയുന്നു കഴിഞ്ഞു പോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നബി ജനിച്ച രാത്രിയാകുന്നു. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണെന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ളത് നബി ജനിച്ച രാത്രിക്കാണ്. ഇത് നിങ്ങൾ പറഞ്ഞ കളവാണ്. ഇതിന് ഖുർആൻ ഉണ്ടോ? സുന്നത്തുണ്ടോ? ഇജ്മാ ഉണ്ടോ? ഖിയാസ് ഉണ്ടോ? അതാ പ്രമാണം എന്ന് പറഞ്ഞാല് ആ 4 ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമായി നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ നബി തങ്ങളുടെ ജന്മദിന രാത്രിക്ക് ഖുർആനിൽ തെളിവുണ്ടോ? ലൈലത്തുൽ ഖദ്ർ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഇജ്മാഇലുണ്ട്. പിന്നെ ഖിയാസ് ആവശ്യമില്ലല്ലോ. ഫൈസൽ മൗലവിക്ക് ഇപ്പൊ കാര്യമായ വിഷയം ഇത് പെരുന്നാളാണോ എന്നാ. മൗലവി, നിങ്ങളുടെ MCC അഹമ്മദ് മൗലവി എഴുതിയ അൽ മുർഷിദ് ഇതിലെന്താ എഴുതിയത്? നബിദിനം പെരുന്നാള് തന്നെ. ആരാ? നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചത്. പിന്നെ ഞങ്ങൾ എഴുതിയതിനെ പറ്റി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ എഴുതിയത്? റബീഉൽ അവ്വൽ മാസം പിന്നീട് ലോകത്തിലെ ഒരു പ്രബല സമുദായത്തിന്റെ പെരുന്നാൾ മാസമായി മാറി. ഒരു പെരുന്നാൾ ദിവസമല്ല പറഞ്ഞത്, ആ മാസം മുഴുവനും പെരുന്നാൾ മാസമായി മാറി. എന്താ നമ്മൾ പെരുന്നാൾക്ക് സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ വലിയ പെരുന്നാളാണെങ്കിൽ 4 ദിവസം പെരുന്നാൾ ഉണ്ടാവുക. ഇവിടെ എന്താ എഴുതിയത്? ഒരു മാസം മുഴുവനും പെരുന്നാളായി മാറി. എന്തിനാ നിങ്ങളെ നേതാക്കന്മാരെ പറ്റി നേതാക്കന്മാരറിഞ്ഞ് കൊണ്ടെടുക്കുന്നത്? ഞങ്ങളെ റിസാലയിൽ എഴുതിയാലും നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നമായത്? നിങ്ങളെ നേതാക്കന്മാർ ഫൈസൽ മൗലവി ആലോചിക്കണം. നിങ്ങളാ കാണിച്ചു തന്ന സാധനം ഉണ്ടല്ലോ, കെട്ട് അൽ മുർഷിദിത്താന്ന് പറഞ്ഞത്, അത് മുഴുവനും ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും ഫോട്ടോസ്റ്റാറ്റല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ മുഴുവൻ പ്രതികളും അതിന്റെ മുഴുവൻ കോപ്പികളും ഒറിജിനലുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പോലെ ഫോട്ടോസ്റ്റാറ്റ് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്. മനസ്സിലാക്കുക. ഇവിടെ അൽ മുർഷിദിൽ MCC അഹമ്മദ് മൗലവി എഴുതുന്നത് ഈ റബീഉൽ അവ്വൽ മാസം ഒരു പ്രബല സമുദായത്തിന്റെ പെരുന്നാൾ മാസമായി മാറി. കണ്ടില്ലേ? ഇതൊക്കെ അൽ മുർഷിദിന്റെ അൽ ഇർഷാദിന്റെയും ഒറിജിനൽ പ്രതികളാ ഞങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളെപ്പോലെ വെറും നിങ്ങളുടെ നേതാക്കന്മാരെ പുസ്തകം വായിക്കാതെ വന്നവരല്ല ഞങ്ങൾ. ഇത് മുഴുവനും വായിച്ച് പഠിച്ച് വിശകലനം ചെയ്തിട്ട് തന്നെയാ വന്നിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ പെരുന്നാളിനെ കുറിച്ച് ചോദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാ മാർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ എഴുതിയത് പെരുന്നാൾ ദിവസമായി എന്നാണെങ്കിൽ നിങ്ങൾ എഴുതിയത് പെരുന്നാൾ മാസമായി എന്നാണ്. എന്ത്? ഒരു പെരുന്നാൾ മാസം എന്ന് പറഞ്ഞാൽ 29 അല്ലെങ്കിൽ 30 ദിവസവും പെരുന്നാള്. ചെറിയ പെരുന്നാളാണ് നമുക്ക് 1 ദിവസം, വലിയ പെരുന്നാളാണെങ്കിൽ 4 ദിവസം. ഇവിടെ എഴുതിയത് എന്താ? ഒരു മാസം 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസവും പെരുന്നാൾ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തത് വായിച്ച് ചോദിച്ച് പെടാൻ നടക്കുന്നത് ഫൈസൽ മൗലവി? എന്തിന് വെറുതെ പെടണം? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെയാണ് പറയിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ പണ്ട് പറഞ്ഞിരുന്ന വാദങ്ങളെയാണ് ഖണ്ഡിക്കുന്നത്. അത് വെറുമൊരു ഇബ്നു തീമിയയെ മാത്രമല്ല, വെറുമൊരു ഇബ്നു തീമിയയെ മാത്രമല്ല നിങ്ങൾ വിമർശിക്കുന്നത്, എതിർക്കുന്നത്, ഖണ്ഡിക്കുന്നത്. മറിച്ച് കേരളത്തിൽ ഈ വഹാബി പ്രസ്ഥാനത്തിനേക്ക് ബീജാവാപ്പം നൽകിയ നിങ്ങളുടെ സ്ഥാപക നേതാക്കന്മാർ, നിങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവർ എന്ന് അഭിമാനപൂർവം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാർ, അവർ എഴുതി വച്ചതാണ് ഈ പെരുന്നാൾ മാസമായി മാറി. ശവ്വാൽ മാസത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ദുൽഹിജ്ജ മാസത്തെക്കുറിച്ചല്ല പറഞ്ഞത്,
റബീഉൽ അവ്വൽ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ ഈ റബീഉൽ അവ്വൽ മാസത്തെ കുറിച്ച് പ്രബല വിഭാഗത്തിന്റെ പെരുന്നാൾ മാസമായി മാറി. ഫൈസൽ മൗലവിക്ക് ഇതേക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ചോദ്യത്തിന്റെ അവസരമല്ലാത്തത് കൊണ്ട് ചോദ്യമല്ല. പൊന്നാര ശുക്ര മറുപടി പറയുന്നു. ഇവിടെ ചോദ്യം ചോദിക്കല്ലേ. ഖുർആനുണ്ടോ, സുന്നത്തുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ, അൽ മുർഷിദ് ഉണ്ട്, സ്വഹാബത്തുണ്ടോ, ഇബ്നു തൈമിയ്യ ഉണ്ട്. അപ്പൊ എന്നെ ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ വഹാബിക്കണോ? സംശയമുണ്ട്. വല്യുസ്താദ് മുടി വന്നപ്പോ നിങ്ങൾക്ക് എന്തോ ഞാൻ ഇത് വിട്ടോ, ഞങ്ങൾക്ക് അറിയില്ല. ഏതായിരുന്നാലും എന്താ അൽ മുർഷിദ് വായിച്ചത്? പിന്നീട് ഒരു പ്രബല വിഭാഗത്തിന്റെ പെരുന്നാളായി മാറിയ. നിങ്ങൾക്ക് പെരുന്നാളല്ലേ? നിങ്ങൾക്ക് പെരുന്നാളല്ലേ? തെളിവുണ്ടോ ചോദിക്കണേ. നിങ്ങൾ എഴുതി എന്താ? ലോക മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം എന്നാ അതാ ചോദിച്ചത്. അവിടെ പറഞ്ഞ എന്താ? പിന്നീട് ഒരു പ്രബല വിഭാഗത്തിന് പെരുന്നാൾ മാസമായി മാറി. ശരിയാണ്, നിങ്ങൾ പെരുന്നാൾ മാസാക്കിയിട്ടുണ്ട്. നിങ്ങൾ പെരുന്നാൾ മാസാക്കിയിട്ടുണ്ട്. എന്താ ശുക്കൂർ മുസ്ലിം എങ്ങനെ ആയാലും ഇനി അൽ മുർഷിദ് തെളിവ് അതാ പറഞ്ഞ നിങ്ങൾ ചോദിക്കുന്ന സമയം ചോദിക്ക്, ഒക്കെ പഠിപ്പിച്ചരാ. അൽ മുർഷിദും അൽ ഇർഷാദും ഇഖ്തിദാവും എല്ലാം പഠിപ്പിക്കാം. അതുകൊണ്ട് ഇവിടെ ചോദ്യം അവശേഷിക്കുന്നു. ഞാൻ ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുവല്ലോ, ഖുർആനുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ, സ്വഹീഹായ ഹദീസ് ഉണ്ടോ? എന്തിന്? ഇത് പെരുന്നാളേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറയാൻ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ വലിയ പുണ്യമാണെന്ന് പറയാൻ ഇപ്പൊ അതൊന്നും മിണ്ടുന്നില്ല. ഏതായിരുന്നാലും സഹാബത്തും താബിഈക്കും താബിഉ താബിഈകൾക്കും മദ്ഹബിലെ ഇമാമിങ്ങൾക്കും ഒന്നും പരിചയമില്ലെന്ന് ഉറപ്പായി. ഇനി ഏതായിരുന്നാലും വല്ലാതെ നിങ്ങളെ ഇടങ്ങാറാക്കണില്ല, കാരണം ശവത്ത് കുത്താൻ പാടില്ലല്ലോ. ഏതായിരുന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ സുഹൃത്ത് യൂനിസ് 58 വേണമെന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവായി ഏതെങ്കിലും ഒരു മുഫസ്സിർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തി കാണിക്കാമോ? ഏതായത്തായാലും മതി. 114 സൂറത്തിലെ 6 ചില്ലാനം ആയത്തുകളിലെ ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതിനും വായിക്കും അൽ മുർഷിദ്, അതിനും വായിക്കും ഇബ്നു തൈമിയ്യ. ഓല മഹത്വം പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ അങ്ങനെ വല്ല നേർച്ചയുണ്ടെങ്കിൽ അത് ഇവിടെ വീണ്ടും ചെയ്യുന്നു, ആ നേർച്ച വേറെ വീട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ ഏറ്റവും ചുരുങ്ങിയ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി കൂടെയുള്ള മനുഷ്യന്മാരിപ്പോ പത്രം വായിക്കുക, കാരണം ഓയ്ക്ക് മനസ്സിലായി കാര്യമില്ല എന്നുള്ളത്. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സലഫ് സ്വാലിഹുകൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റു മഹാന്മാരായ മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യത്തെയാണ് തുടക്കത്തെ തന്നെ ഇബ്നു തൈമിയ്യന്റെ വാക്കിലൂടെ നിഷ്പ്രഭാക്കിയത്. വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മൗലവി. എന്തിനാ മൗലവി അതിന്റെ ആവശ്യം? ഇവിടെ നിങ്ങളുടെ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ? സലഫു സ്വാലിഹുകൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലം കിട്ടും. ഞങ്ങൾ എന്താ വാദത്തിൽ എഴുതിയത്? പ്രതിഫലാർഹമായ കാര്യം. പിന്നെ എന്തിനാ ഞങ്ങൾ അതിന്റെ ബേക്ക് പോണ്ട കാര്യം? നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ നേതാവ് തന്നെ മതി. ഏതായാലും ഇബ്നു തൈമിയ്യയെ കുറിച്ച് മഹത്വം പോലെ ഇങ്ങനെ ചാൻസ് കിട്ടില്ല നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ കിട്ടും. അത് ഇത് പഠിച്ചോന്റെ ഒരു സുന്നത്താ, നടപടിക്രമ. ഇത് ഇബ്നു തൈമിയ്യയുടെ കറാമത്താ സംശയം. കാരണം മൂപ്പരെ മഹത്വങ്ങളെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളത്. നിങ്ങൾ മൂപ്പരെ പേര് പൊള്ളറി ഒഴിവാക്കി, അത്ര ആവശ്യമുള്ളൂ. മൂപ്പരെ കിതാബെന്ന് നിങ്ങൾ തെറ്റായി ഉദ്ധരിക്കുന്നത് അത് നിർത്തിയാൽ മതി. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിനൊക്കെ പേര് കള പറഞ്ഞ നിങ്ങൾ ഇബ്നു തൈമിയ്യയുടെ പേരും കള പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ബാക്കി ശരിക്കാണ്ട് പഠിപ്പിക്കുക. അപ്പൊ കാരണം നിഷ്പ്രഭൊക്കെ ഇപ്പൊ ഇവിടുന്ന് നിഷ്പ്രഭം പഠിച്ചിങ്ങനെ വന്നേക്കുക. ആവശ്യം ഉണ്ടാവും, അവിടെ വെച്ചോളി നമുക്ക്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ചോദ്യം മൂപ്പര് കേൾക്കണേല്ല. വൈദ്യുതി പോകുമ്പോ ഈ കേൾവി കുറവുകൾ തൈലൂടെ കൊടുത്താണ്ടി മൂപ്പര് കേൾക്കണേല്ല ചോദ്യം. അങ്ങനെ പരിപാടിയേ ഇല്ല. മറ്റേ പലയിടത്ത് കഞ്ഞൊന്നും മുണ്ടണ്ട, ഇതങ്ങനെ പറഞ്ഞാൽ മതി. അതങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ശുക്കൂറെ, വല്ലൊക്കെ പഠിച്ചു വരണ്ടേ, അല്ലെങ്കിൽ ഈ പണിക്ക് ആദ്യം വരരുത്. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളെ 12ാമത്തെ ചോദ്യം, അതോ 13ഓ എത്ര ആയിക്കോട്ടെ, 13ാമത്തെ ചോദ്യം. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് സ്ഥിരപ്പെട്ടു, മുൻഗാമികൾക്കാർക്കും പരിചയമില്ല. ഞങ്ങൾ പറയുന്നു ഇത് ഷിയാക്കളാണ് തുടങ്ങിയത്, ഉബൈദിയാക്കളാണ് തുടങ്ങിയത്. ഏറ്റവും വലിയ ഉഗ്രവാദികളായ അഹ്ലുസുന്നയെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ഉബൈദിയ എന്ന ഉഗ്രവാദികളായ ഷിയാക്കൾ തുടങ്ങിയതാണ് നബിദിനാഘോഷം. അതിൽ നിന്ന് മുല്ല ഉമറ ഏറ്റെടുത്തത്, ശേഷമാണ് മുളഫർ രാജാവ് തുടങ്ങിയത്. ഇതല്ല നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇത് ആരാ പിന്നെ തുടങ്ങിയത്? ഏതായാലും സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. താബിയക്കും പരിചയമില്ല, താബിയക്കും അറിയില്ല, മദ്ഹബിലെ ഇമാമിങ്ങൾക്കും അറിയില്ല, ഇബ്നു തൈമിയ്യ അടക്കം പറഞ്ഞു സലഫുകൾ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് തുടങ്ങിയത്? ഓ നമുക്ക് ഒന്നിച്ചു പിടിക്കണല്ലോ. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത തുടങ്ങി എന്താ പോലെ പരിപാടി? അള്ളാഹുവിന്റെ ദീനിൽ പരസ്യം പഠിപ്പിക്കാത്തത്, റസൂല് പഠിപ്പിക്കാത്തത്, മുൻഗാമികൾ പഠിപ്പിക്കാൻ തുടങ്ങി വെച്ച ആ ഷിയാക്കളെ പിന്നേക്ക് പോകല്ല ഞങ്ങൾ. അതുകൊണ്ടായി പറയണത്. ഞങ്ങൾ പറയുന്നു ഷിയാക്കൾ തുടങ്ങിയതാണ്, ഉബൈദിയാക്കൾ തുടങ്ങിയതാണ്, ശേഷം മുല്ല ഉമർ ഏറ്റെടുത്തതാണ്, ശേഷം മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ്, പിന്നെ നിങ്ങൾ ഏറ്റെടുത്തതാണ്. അതല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ്
തുടക്കം കുടിച്ചത് സ്വഹാബി ഏതായാലും അല്ല, താബിഈ ഏതായാലും അല്ല, ഷാഫി ഇമാമുമല്ല, പിന്നെ ആരാ? ഒരു കിതാബേ ഞങ്ങൾ മറിച്ചിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ ഷിയാക്കൾ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞ ആ മൗലിദിനെ കുറിച്ച് ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു? ഫലഹു അജ്റുൻ അദീം, അതിന് മഹത്തായ കൂലിയുണ്ട്. അല്ല, ഇത് ഇബ്നു തൈമിയ തുടങ്ങിയതല്ലല്ലോ. പിന്നെ എങ്ങനെ കൂട്ടർ അവിടെ ഫൈസൽ മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം എന്താ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ചോദ്യം കേൾക്കുക? എന്താ ജിന്നിനെ പറ്റി പറഞ്ഞത്? എന്താ നമ്മളെ വാദം? റക്കീബത്തീദിനെ പറ്റി പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, പിന്നെ എങ്ങനെ കേൾക്കാ? റക്കീബത്തീദ് വിളിച്ചാൽ കേൾക്കും, പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. ഇപ്പുറത്തുള്ള റക്കീബത്തീദിനെ പറ്റി പറഞ്ഞതാ. പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ കിതാബ് വായിച്ചാൽ ഞങ്ങൾ കേൾക്കുവോ? ഖിയാമത്ത് നാൾ വരെ വാഗൊരു മുഖാമുഖത്തിൽ അങ്ങോട്ട് കിട്ടിയാൽ ഒരൊറ്റ ചോദ്യം മതി, അപ്പം മലയൊക്കൊന്നും പോണ്ട, മറുപടി ഇവിടെ തന്നെ കിട്ടും മുഖാമുഖത്തില്. എന്നിട്ട് എന്താ മൂപ്പര്? അത് അവിടെ ഇതില്ലേ ഇവിടെ ഇല്ലേ ഒന്നുമില്ല, പ്രത്യേക ഒരു പാരഗ്രാഫ് തുടങ്ങിയ പിന്നെ എന്നിട്ട് പറഞ്ഞു ഫതാലീമുൽ മൗലിദി, മൗലിദിനെ ആദരിക്കൽ, വത്തിഖാദുഹു മൗസിമൻ, അതിനൊരു ആഘോഷമായി കൊണ്ടാടൽ, ഫലവും അജ്റുൻ അദീം, മഹത്തായ പ്രതിഫലം. മുഖം കുറുക്കി കൊള്ളുണ്ട്, മനസ്സിലായി. അതിങ്ങനെ തേട്ടി വരാ ഇടയ്ക്ക് ഇങ്ങനെ. അത് നല്ലതാ, അതൊരു മെച്ചം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പഠിത്തം സ്വീകരിക്കട്ടെ അതൊക്കെ. അപ്പൊ ഏതായാലും ഇബ്നു തൈമിയയുടെ മദ്ഹബിക്ക് പോന്നാണ്. 30ാമത്തെ വയസ്സിൽ മുജ്തഹിദ് ആളയാളല്ലേ. ആ ഇബ്നു തൈമിയയുടെ മദ്ഹബിക്കാണ് പോന്ന പ്രശ്നം തീർന്നു. അത്രേ ആവശ്യമുള്ളൂ. ഏതായാലും ഖുർആനില്ല, സുന്നത്തില്ല, ഇജ്മാഇല്ല, ഖിയാസില്ല, അത് ഉറപ്പായി. ഷിയാക്കൾ തുടങ്ങിയില്ല, അത് ഉറപ്പായി. നമ്മൾ ചോദിച്ചല്ലോ, അല്ലെങ്കിൽ പിന്നെ ആരാ തുടങ്ങിയത്? ഞങ്ങൾ പറഞ്ഞു ഷിയാക്കൾ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ പിന്നെ ആരാ തുടങ്ങിയത്? ആളെ പറയാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞാളുള്ളത് ഏതാ? ഷിയാക്കളെ പറയാനുള്ളത്. അപ്പൊ ആ ഷിയാക്കളെ ബാക്കി അതിപ്പോ ക്ലിയറായല്ലോ. ഇനി റഖീബത്തിൽ പ്രാർത്ഥന കേൾക്കൂല, ഒരാളും കേൾക്കൂല, നബിയും കേൾക്കൂല, ഔലിയാക്കളും കേൾക്കൂല, അമ്പിയാക്കളും കേൾക്കൂല, പടച്ചോ മാത്രമേ കേൾക്കുള്ളൂ. അത് അല്ലാഹ് പഠിപ്പിച്ചതാ. അത് വേണമെങ്കിൽ അവിടെ ചോദിച്ചോളി, അപ്പൊ പഠിപ്പിച്ചേരാ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ആദ്യകാല തലമുറക്ക് ആർക്കും പരിചയമില്ലാത്ത പുത്തനാചാരം, ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരം, അതുമായിട്ടാണോ നിങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ നടക്കുന്നത്? ഏതായിരുന്നാലും ഇനി എന്റെ 14ാമത്തെ ചോദ്യമാണ്, ശരിക്ക് കേട്ടോ. നിങ്ങളെ വാദമായി എഴുതി വെച്ചത് നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തല്ല. നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തല്ല. ഇങ്ങനെ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചത് ഇമാമുണ്ടോന്ന? സുന്നത്താണ്, ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് പറഞ്ഞ കുറെ മനുഷ്യന്മാരുണ്ട്, അത് നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ കുടുങ്ങിയുള്ളൂ. നേരെ മറിച്ച് സുന്നത്താണ്, ബിദ്അത്തല്ല എന്ന് രേഖപ്പെടുത്തിയ ഒരാളെ മുസ്ലിം ലോകത്ത് അംഗീകൃതമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനെങ്കിലും ഇത് ബിദ്അത്തല്ലെന്നും ഇത് സുന്നത്താണെന്നും പഠിപ്പിച്ചുവോ? അതെങ്കിലും വേണ്ടേ? ഖുർആൻ ഏതായാലും ഇല്ല, സുന്നത്തുമില്ല, ഇജ്മാഉമില്ല, ഖിയാസുമില്ല, സഹാബത്തുമില്ല, മദ്ഹബിന്റെ ഇമാമികളുമില്ല, ഇബ്നു തൈമിയ ഏതായിരുന്നാലും ഇല്ല. നിങ്ങളെ കാന്തപുരം മുസ്ലിം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഷിയാക്കൾ തുടങ്ങിച്ചതാണ്. പിന്നെയും സുന്നത്താകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഇത് സുന്നത്താണ്, ബിദ്അത്തല്ല എന്ന് രേഖപ്പെടുത്തി വെച്ച ഒരു ഇമാമിന്റെ കിതാബ് കാണിക്കാമോ? ഇബ്നു തൈമിയ ഷിയാക്കൾ തുടങ്ങി വെച്ച കാര്യത്തിന് കൂലി കിട്ടുന്ന പറഞ്ഞേ. അല്ല, ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് എന്താ? ഇത് ഷിയാക്കൾ തുടങ്ങിയതാണ്, ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ്, അബീദിയാക്കൾ തുടങ്ങിയതാണ്, സബീദിയാക്കൾ തുടങ്ങിയതാണെന്നൊക്കെ. ഈ തുടങ്ങിയ കാര്യത്തിനാണ് മൗലവി ഈ ഇബ്നു തൈമിയ കൂലി കിട്ടും എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ആ ചോദ്യം ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ വ്യവസ്ഥയിൽ എഴുതിയതാ പറഞ്ഞത്. എന്താ വ്യവസ്ഥയിൽ എഴുതിയത്? ഫൈസൽ മൗലവി നല്ലവണ്ണം വായിക്കണം. എന്താ ഞങ്ങൾ എഴുതിയത്? നബിദിനം സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. ബ്രാക്കറ്റ് ഇട്ട് എഴുതിയത് വായിക്കണം. ഫൈസൽ മൗലവി ബ്രാക്കറ്റ് ഇട്ട് എഴുതിയത് വായിക്കണം. സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. പിന്നെ എഴുതിയതോ ബിദ്അത്തല്ല, അനാചാരമല്ല എന്ന് അവിടെയും ബ്രാക്കറ്റിൽ എഴുതിയാണ്. ഞങ്ങൾ സംവാദത്തിന് വന്നത് വ്യവസ്ഥ എഴുതിയിട്ട് തന്നെയാണ്. ആ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ വിഷയം സമർത്ഥിക്കുന്നത്. കഴിക്കുന്ന ഞങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ. ഞങ്ങളുടെ വ്യവസ്ഥയിൽ എഴുതിയത് പ്രതിഫലാർഹം. ഇനി എന്തിനാ തെളിയിക്കാൻ വേറെ കാര്യങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് തന്നെ ധാരാളം. പിന്നെ കൂട്ടത്തിൽ ആരാ ഇതിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞത്? ഇ.കെ. മൗലവി അൽ മുർഷിദിൽ നേരത്തെ ഞാൻ ഇവിടെ വായിച്ചു, വലിയ ഫലം കിട്ടും. അപ്പൊ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്ന രണ്ട് ഇമാമിയങ്ങൾ, ഒന്ന് ഇബ്നു തൈമിയ, ഒന്ന് ഇ.കെ. മൗലവി. ഒന്ന് വൻ മതിലാണ്, മറ്റേ ചെറിയ മതി. അൽഹംദുലില്ലാഹ് മതി, ഖൈർ, സമ്മതിച്ചു. അത്രയെങ്കിലും ആയല്ലോ.
അത്രയെങ്കിലും ആയി. ഒരൊറ്റ ഇമാമില്ല, ഉറപ്പായില്ലേ? ഇനി ഞങ്ങൾ അവസാനത്തെ ചോദ്യം 15ാമത്തെ ചോദ്യമില്ല, ആണി അടിക്കാൻ പോവാണ്. ലാസ്റ്റ് 15ാമത്തെ ചോദ്യം. ആ കിതാബിൽ, നിങ്ങൾ വായിച്ച ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? ആ കിതാബിൽ ഇബ്നു തൈമിയ്യ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? അദ്ദേഹം വൻമതിലാണ്. 30ാമത്തെ വയസ്സിൽ മുജ്തഹിദായ ആളാണ്, അഹ്ലുസുന്നയുടെ ഇമാമാണ്. അതുകൊണ്ട് അപ്പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന 15ാമത്തെ ചോദ്യം. 1ാമത്തെ ചോദ്യം സൂറത്ത് യൂനുസ് 88ാമത്തെ ആയത്ത്. 2ാമത്തെ ചോദ്യം നബി തങ്ങൾ ചെയ്തുവോ? 3ാമത്തെ ചോദ്യം സ്വഹാബത്ത് ചെയ്തുവോ? 4ാമത്തെ ചോദ്യം ഖലീഫമാർ പേര് നിങ്ങൾ പറഞ്ഞ കളവായിരുന്നുവോ? 5ാമത്തെ ചോദ്യം താബിഈകൾ ചെയ്തുവോ? 6ാമത്തെ ചോദ്യം ഷാഫി ഇമാം ചെയ്തുവോ? 7ാമത്തെ ചോദ്യം 3 നൂറ്റാണ്ടിൽ ആരെങ്കിലും ചെയ്തുവോ? 8ാമത്തെ ചോദ്യം കാന്തപുരം പറഞ്ഞ കളവാണോ? 9ാമത്തെ ചോദ്യം അബൂലഹബിനെ പറ്റി നിങ്ങൾ പറഞ്ഞ കളവ് അബൂലഹബ് അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞതായി കാണിക്കാമോ? 10ാമത്തെ ചോദ്യം പെരുന്നാളിനേക്ക് വലിയ ആഘോഷമാണ് എന്നതിന് ഖുർആനോ സുന്നത്തോ ഇജ്മാഉ ഖിയാസോ ഉണ്ടോ? 11 ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് എന്ന് തെളിവുണ്ടോ? 12 ഏതെങ്കിലും ആയത്ത് തഫ്സീർ സഹിതം വായിക്കാമോ? 13 ഇത് തുടങ്ങിയത് ആരാണ്? 14 നിങ്ങൾ എഴുതിയ വാദം ലോകത്ത് ആരാണ് പറഞ്ഞത്? 15 ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? അതുകൊണ്ട് ഇനി ഇതിനെങ്കിലും ഉത്തരം പറയും. ബാക്കി 14 വിട്ടു, ഈ 15 പറയും. ഒരു വൻമതിലായ മനുഷ്യൻ പറഞ്ഞിട്ട്, 30ാമത്തെ വയസ്സിൽ മുജ്തഹിദായ ഒരാള് പറഞ്ഞിട്ട്, അഹ്ലുസുന്നക്ക് ഒറ്റ ഇമാമങ്ങൾക്ക് ആകെ വായിക്കാൻ കിട്ടിയത് ആ ഇമാമ് പറഞ്ഞിട്ട് അതും സ്വീകരിക്കൂലെങ്കിൽ പിന്നെ നിങ്ങൾ ശിയാക്കളുടെ പിന്മുറക്കാർ തന്നെ എന്ന് സമുദായം തീരുമാനിച്ചാൽ ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഷിയാക്കളെ പണി ഒഴിവാക്കുക, കിതാബിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക, അഹ്ലുസുന്നയിലേക്ക് മടങ്ങുക, സലഫിലേക്ക് മടങ്ങുക. ഇബ്നു തൈമിയ്യ നിങ്ങൾ എന്താ അംഗീകരിക്കണം? ഞങ്ങൾ അംഗീകരിക്കാൻ നിൽക്കണം. ഇബ്നു തൈമിയ്യ പറഞ്ഞത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ സംവാദം ഇവിടെ നിർത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ അംഗീകരിക്കാത്ത നേതാവിനെ ഞങ്ങളോട് വയ്ക്കാൻ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ദത്താ ഫൈസൽ മൗലവി ദത്താ ഇക്കൊല്ലത്തിലായോ സംവാദത്തിന് വന്നിട്ട്? ഇബ്നു തൈമിയ്യ പറഞ്ഞത് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ അംഗീകരിക്കാം?